മെയിലിനാണ് ഭംഗി കൂടുതൽ, ഫീമെയിലിന് ഭംഗി കുറവായിരിക്കും. നമുക്ക് ലൈവ് ബേഴ്സ് ആണെന്ന് പറഞ്ഞ് പ്രസവിക്കുന്ന വെറൈറ്റീസ് ആണ്. ഇവരുടെ ബ്രീഡിങ്ങിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഇവർക്ക് ബ്രീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ബ്രീഡിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അവർ തന്നെ ബ്രീഡ് ആയിക്കോളും. പക്ഷെ എന്നിരുന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെ ബ്രീഡിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഫീമെയിലിന്റെ എണ്ണമാണ് വളരെയധികം കൂട്ടേണ്ടത്. മെയിലിന്റെ ആവശ്യം സാധാരണ നമ്മൾ എഗ് ലേസിലെല്ലാം പറയാറുണ്ട് 2:1 അല്ലെങ്കിൽ 1:1 എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ ഈ ഒരു സ്ട്രെയിനിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവരൊക്കെ ഒരു വലിയൊരു സവിശേഷത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫീമെയിലിന്റെ എണ്ണമാണ് വളരെയധികം കൂട്ടേണ്ടത് ബ്രീഡേഴ്സ്. അല്ലാതെ നമ്മൾ വീട്ടിൽ വളർത്തുന്നവര് ഭംഗിക്കാണെന്നുണ്ടെങ്കിൽ മെയിൽ നമുക്ക് വളർത്താൻ വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ബ്രീഡിംഗ് ആണ് പർപ്പസ് എങ്കിൽ എന്ത് ചെയ്യുക, ഫീമെയിലിന്റെ എണ്ണം കൂട്ടുക. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ബ്രീഡ് ആയാൽ, അതായത് ഒരു ഗപ്പി ഒരിക്കൽ ബ്രീഡായി കഴിഞ്ഞാൽ അത് ആ മീറ്റിംഗ്, അതായത് മൾട്ടിപ്പിൾ മീറ്റിംഗിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ മേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ സ്പോം ഇതിനകത്തൊരു സാക്ക് രീതിയിൽ ഇവരെ ഓവറിൽ കീപ്പ് ചെയ്യും. മീൻസ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ബ്രീഡായി കഴിഞ്ഞാൽ പിന്നെ മെയിലിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ചിലപ്പോൾ 2-3 പ്രാവശ്യം ഇവരെന്ത് ചെയ്യുക, വീണ്ടും ആ സ്പേം യൂസ് ചെയ്ത് തന്നെ വീണ്ടും ബ്രീഡാകും എന്നുള്ളത് കൊണ്ട്, ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് മെയിലിനെ നമ്മൾ കൂടുതൽ കീപ്പ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ക്വാളിറ്റി ഉള്ള 1-2 മെയിൽ മതിയാകും. ആ റേഷ്യോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാങ്കിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 10:2 10 ഫീമെയിൽ 2 മെയിലോ 3 മെയിലോ അങ്ങനെയൊക്കെ മതിയാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 1 മാസത്തിൽ തന്നെ അവർ മെച്യൂർ ആവും. ബ്രീഡായി കഴിഞ്ഞാൽ 1 മാസത്തിൽ മെച്യൂർ ആവും. നെക്സ്റ്റ് മന്ത് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ വളരെ